യുഎസിന്റെ നാവിക ഉപരോധം മറികടക്കാൻ ഇറാന് രക്ഷാമാർഗവുമായി ഇപ്പോൾ പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ്. രണ്ട് രക്ഷാമാർഗങ്ങളാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നത്: കടൽ മാർഗവും കരമാർഗവും. ഇറാനുമായി കടലിലും കരയിലും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇറാന്റെ തുറമുഖങ്ങളിൽ നിന്നുള്ളതും അവിടേക്ക് പോകുന്നതുമായ കപ്പലുകളെയാണ് യുഎസ് നാവികസേന ഇറാന്റെ തീരക്കടലിന് പുറത്ത് തടയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കപ്പലുകൾ ഇറാന്റെ തീരക്കടലിന് പുറത്തു പോകാതെ അവിടെ നിന്ന് പാക് തീരക്കടലിലൂടെ അറബിക്കടലിൽ എത്താനുള്ള സംവിധാനമാണ് പാക് അധികൃതർ വാഗ്ദാനം ചെയ്യുന്നത്. നാവിക ഉപരോധം സംബന്ധിച്ച് രാജ്യാന്തര ധാരണകൾ അനുസരിച്ച് ഇത് അനുവദിക്കാവുന്നതാണ്. കൂടാതെ ചരക്കുകൾ കരമാർഗം കൊണ്ടുപോകാൻ പാക് അധികൃതർ അതിർത്തി തുറന്നു കൊടുക്കുമെന്നും സൂചനയുണ്ട്. യുഎസ് ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് ഉപരോധത്തിന് പിന്നാലെ ഇറാന്റെ എണ്ണ വ്യവസായ മേഖലയിൽ ശക്തമായ പ്രതിസന്ധി അനുഭവപ്പെടുകയാണ്. കയറ്റുമതി നിലച്ചതോടെ അസംസ്കൃത എണ്ണ സംഭരിക്കാൻ സ്ഥലമില്ലാതെ വലയുകയാണ് ഇറാൻ. ഇറാനുമായി 900 കിലോമീറ്റർ കര അതിർത്തിയാണ് പാകിസ്ഥാൻ പങ്കിടുന്നത്. ഉപരോധം മൂലം അവശ്യ ഭക്ഷ്യ സാധനങ്ങൾ പോലും ഇറക്കുമതി ചെയ്യാനാവാത്ത സാഹചര്യത്തിൽ ഇത് ഇറാന് വലിയൊരു സഹായമാണ് നൽകുന്നത്. എണ്ണക്കപ്പലുകൾക്ക് ഇറാൻ തീരക്കടലിലൂടെ യാത്ര ചെയ്ത് പാകിസ്ഥാന്റെ മക്രാൻ തീരത്തോട് ചേർന്നുള്ള കടലിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ തിരിച്ച് പാക് തീരക്കടലിലൂടെ യാത്ര ചെയ്ത് ഇറാന്റെ തീരക്കടലിൽ പ്രവേശിച്ച് തുറമുഖങ്ങളിലേക്കും എത്താം. ഇറാനിലേക്കുള്ള ചരക്കുകൾ പാക് തുറമുഖങ്ങളിൽ ഇറക്കി അവിടെ നിന്ന് റോഡ് മാർഗം പാക് ഇറാൻ അതിർത്തിയിൽ എത്തിക്കാൻ പാക് വാണിജ്യ മന്ത്രാലയം അനുമതി നൽകിയെന്നാണ് വിവരം. യുഎസ് ഇറാൻ രണ്ടാം ഘട്ട ചർച്ചാ ശ്രമങ്ങൾക്ക് ഇറാനിലെത്തിയ പാക് സേനാ മേധാവിയോടൊപ്പം പാക് വാണിജ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലും പോരുന്നു. ഫലത്തിൽ നാവിക ഉപരോധത്തിലൂടെ ഇറാനെ പൂട്ടാമെന്ന് കരുതി അമേരിക്കയുടെ കൈകൾ കെട്ടുകയാണ് പാകിസ്ഥാൻ. കപ്പലുകൾക്ക് ഇറാന്റെ തീരക്കടലിൽ നിന്ന് പുറത്തു കടക്കാതെ തന്നെ പാകിസ്ഥാന്റെ തീരക്കടലിലൂടെ അറബിക്കടലിൽ പ്രവേശിക്കാനുള്ള സംവിധാനമാണ് പാകിസ്ഥാൻ അധികൃതർ ഒരുക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഇത്തരം നീക്കങ്ങളെ തടയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതാണ് ഇറാൻ ആശ്വാസമാകുന്നത്. കൂടാതെ ഇറാനിലേക്കുള്ള അവശ്യ സാധനങ്ങൾ പാകിസ്ഥാനിലെ തുറമുഖങ്ങളിൽ ഇറക്കിയ ശേഷം 900 കിലോമീറ്ററോളം നീളുന്ന കര അതിർത്തി വഴി റോഡ് മാർഗം ഇറാനിൽ എത്തിക്കാൻ സാധിക്കും. ഉപരോധം കാരണം ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ ഇറക്കുമതി തടസ്സപ്പെട്ട ഇറാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഈ തീരുമാനം വളരെ നിർണായകമാണ്. പാകിസ്ഥാൻ സേനാ മേധാവിയും ഉന്നത വാണിജ്യ ഉദ്യോഗസ്ഥരും ഇറാൻ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കങ്ങൾ സജീവമായത്. നാവിക ഉപരോധത്തിലൂടെ ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താം എന്ന അമേരിക്കയുടെ തന്ത്രങ്ങൾ പാകിസ്ഥാന്റെ പുതിയ സഹായത്തോടെ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഒപെക്കിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇറാന്റെ എണ്ണ ഉൽപാദനം വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നും ശേഷിക്കുന്ന സംഭരണ ശേഷി 12 മുതൽ 22 ദിവസം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അനലിറ്റിക്സ് സ്ഥാപനമായ കെപ്ലർ വിലയിരുത്തുന്നു. ആകെയുള്ള എണ്ണ ഉൽപാദനത്തിൽ 90% സംഭാവന ചെയ്യുന്നിടവും 30 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ സംഭരിക്കാൻ ശേഷിയുള്ളതുമായ ഗാർഗ് ദ്വീപ് അതിന്റെ സംഭരണ ശേഷിയുടെ പരമാവധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട എണ്ണ കടലിൽ തന്നെ ഒരു ടാങ്കറിൽ സൂക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. ഇതിനായി 30 കൊല്ലം പഴക്കമുള്ള നഷ എന്ന ഓയിൽ ടാങ്കറിനെ സജ്ജമാക്കുകയാണ്. ഗാർഗിലെ എണ്ണ സംഭരണ ശേഷി വർദ്ധിപ്പിക്കലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മാരിടൈം വിദഗ്ധരുടെ വിലയിരുത്തലിൽ 13 മില്യൺ ബാരൽ എണ്ണ കൂടി സംഭരിക്കാനുള്ള സംവിധാനങ്ങളെ ഇറാനിൽ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 1 മില്യൺ മുതൽ 1.1 മില്യൺ ബാരൽ എണ്ണയാണ്. ഈ നിരക്ക് വെച്ച് നോക്കുമ്പോൾ 13 ദിവസത്തിനകം സംഭരണികൾ നിറഞ്ഞേക്കും. ഏപ്രിൽ 16 തീയതി ഗാർഗ് ദ്വീപിൽ നിന്ന് 5 മില്യൺ ബാരലുകൾ 3 ടാങ്കറുകളിലേക്ക് മാറുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ മാരിടൈം ട്രാക്കർ പ്ലാറ്റ്ഫോമായ ടാങ്കർ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരുന്നു. എന്തായാലും എണ്ണ ഉൽപാദനവും കയറ്റുമതിയും കുറഞ്ഞാൽ ഇറാനെ കാത്തിരിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. സംഭരിക്കാൻ സംവിധാനമില്ല. എണ്ണക്കിണറുകൾ അങ്ങനെ അടയ്ക്കേണ്ടതായി വന്നാൽ അവയുടെ സമതുലിതാവസ്ഥ നഷ്ടപ്പെടും, വെള്ളം കയറുന്നതിന് കാരണമാകും. ടാങ്കുകളിൽ വെള്ളം കയറുന്നത് എണ്ണക്കിണറുകളുടെ ദീർഘകാല ഉൽപാദനക്ഷമതയെ ബാധിക്കും. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഉൽപാദകരും എണ്ണ ഉൽപാദനം കുറച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.